ഈ ലോകത്തുള്ള ആമ്പിള്ളേര് സൂക്ഷിക്കേണ്ടത് ജാസ്മിനെ പോലുള്ളവരെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു 2-3 മാസത്തിനുള്ളിൽ ജാസ്മിൻ തേപ്പ് വെട്ടി കൊണ്ട് തേച്ചൊട്ടിച്ച ആമ്പിള്ളാരുടെ എണ്ണം, ജാസ്മിൻ നശിപ്പിച്ച ജീവിതങ്ങൾ, ഇപ്പൊ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾ. അഫ്സൽ എന്ന് പറയുന്ന ഒരു പാവം പിടിച്ച പയ്യൻ, അയാൾ ഒരു ഗെയിമിന് വേണ്ടി 3G ആക്കി അപഹാസ്യനാക്കി നാട്ടുകാരുടെ മുന്നിൽ. പുള്ളി ഈ ഗെയിമിൽ പോലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ പുള്ളിയെ അങ്ങ് അപഹാസ്യനാക്കി കളഞ്ഞു. ഇത് കഴിഞ്ഞ് ഗബ്രി ഒറ്റയ്ക്ക് കളിച്ചിരുന്നുവെങ്കിൽ ഗബ്രിയുടെ ഒരു പൊട്ടൻഷ്യൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നല്ലൊരു ഫസ്റ്റ് ഇംപ്രഷൻ തന്ന ഹൗസിലേക്ക് കയറിയ മത്സരാർത്ഥിയാണ്. ജാസ്മിൻ വാലി തൂങ്ങി തീർന്നു കിട്ടി, അപഹാസ്യനായി. 100 ദിവസം തികയ്ക്കാതെ 50ാമത്തെ ദിവസം പുറത്തായി. ഇപ്പൊ അർജുനെ പിടിച്ചിരിക്കുകയാണ്. അർജുനുള്ള പ്രേക്ഷക പിന്തുണ കുളം തോണ്ടുക എന്നുള്ളതാണ് ജാസ്മിന്റെ ഉദ്ദേശം. പുതിയ കോംബോ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഇന്നലെയൊക്കെ. അർജുൻ ഇടുന്ന ഒരേ കളർ ടോപ്പ് ഇടുന്നു, ചിരിച്ചു കാണിക്കുന്നു, എന്തൊക്കെയാണ്. ശ്രീതു അർജുൻ കോംബോ പൊട്ടിപ്പോയി എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അർജുന്റെ പുറകെ കൂടിയിരിക്കുന്നത്. പിന്നെ അഭിഷേക് ടോക്സിക് അണ്ണ, ടോക്സിക് അബി എന്നും പറഞ്ഞ് തേനും പാലും ചേർത്ത് വിളിച്ച് അഭിഷേകിനെയും 3G ആക്കുക. ഇപ്പൊ തന്നെ എത്ര പേരായി? 4 പേരായി. ഇനി ആരെയൊക്കെ മൂഞ്ചിക്കും ജാസ്മിൻ? ഞാൻ ഓപ്പൺ ആയിട്ട് ചോദിക്കുകയാണ്, പച്ചയ്ക്ക് വിളിച്ച് പറയാണ് കേട്ടോ. ഒറ്റയ്ക്ക് നിന്ന് ഒരു മത്സരത്തിൽ കളിക്കാൻ ജാസ്മിനെ മുട്ടിടിക്കുമോ? പേടിയാണോ ജാസ്മിന്? ആണുങ്ങൾ സൂക്ഷിക്കണം ഇതുപോലത്തെ ടീമുകളെ. അതാണ് ജാസ്മിൻ ഈ സീസണിൽ തന്ന സോഷ്യൽ മെസ്സേജ്. സമൂഹത്തിന് ജാസ്മിൻ കൊടുത്ത മെസ്സേജ് അതാണ്, സൂക്ഷിക്കണം, ജാസ്മിനെ പോലുള്ളവരെ സൂക്ഷിക്കണം, അടുപ്പിക്കരുത് എന്ന് ലോകത്തുള്ള മലയാളി പയ്യന്മാര് മനസ്സിലാക്കണം. ഇന്നാണ് ജാസ്മിൻ ആദ്യമായിട്ട് ജിൻഡോയോടല്ലാതെ ഒറ്റയ്ക്ക് ഒരാളോട് അടി ഉണ്ടാക്കുന്നതും സംസാരിക്കുന്നതും ഞാൻ കാണുന്നത്. അപ്സരയുമായിട്ട് സ്വന്തം ഗ്യാങ്ങിലെ ഒരു ആക്റ്റീവ് മെമ്പർ ആയിരുന്നു കേട്ടോ, നിങ്ങളൊന്ന് ഓർക്കണം. ഡബിൾ ഗെയിം കളിക്കുന്നു എന്ന് തോന്നിയപ്പോ അത് ചോദ്യം ചെയ്യുന്നു. ജാസ്മിന് വേണ്ടി അപ്സര സംസാരിച്ചിട്ടില്ലെന്നോ അപ്സരയ്ക്ക് വേണ്ടി ജാസ്മിൻ സംസാരിച്ചിട്ടില്ലെന്നോ, അതൊക്കെയാണ് പ്രശ്നം. എന്തായാലും വഴക്ക് നല്ല രീതിയിൽ റീറേസ് ആയിട്ട് വരുന്നുണ്ട് ലൈവിനകത്ത്, വാദങ്ങളും സംവാദങ്ങളും ഒക്കെ ആയിട്ട്. ഇതൊരു ഫിസിക്കൽ അസോൾട്ടിലേക്ക് നീങ്ങുമെന്നൊക്കെയാണ് അറിഞ്ഞത്. ഇവര് രണ്ടുപേരും എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ നിൽക്കാൻ ഡിസേർവിംഗ് ആയിട്ടുള്ളവരല്ല. കാരണം വേറുള്ളവരെ താങ്ങി ഷുഗർ കോട്ട് ചെയ്ത് സംസാരിക്കാതെ രണ്ടുപേർക്കും ഒറ്റയ്ക്ക് ഒരു എക്സിസ്റ്റൻസ് ഇല്ല. ഈ വഴക്ക് 10-20 ദിവസം മുമ്പ് ഉണ്ടാവേണ്ട ഒരു വഴക്കാണ്. അന്ന് ഇങ്ങനെ ഒരു വഴക്ക് നടന്നിരുന്നുവെങ്കിൽ നമ്മൾ ആരുടെയും ഒക്കെ പക്ഷം പിടിച്ച് സംസാരിച്ചാണ്. ഇപ്പൊ ഒരാളുടെയും പക്ഷം പിടിച്ച് സംസാരിക്കാൻ തോന്നുന്നില്ല ലൈവ് കാണുന്ന സമയത്ത്. സത്യമായിട്ടും ജാസ്മിനെ താങ്ങി നിൽക്കുന്നവരോട് ജാസ്മിന് പ്രത്യേക പരിഗണനയാണ്. അപ്സരയ്ക്കും അതുപോലെ തന്നെ. ഇതുവരെ ഇങ്ങനെ ഒരു ക്ലാഷ് കാണാൻ പറ്റാത്തത് രണ്ടുപേരുടെയും ആ ഒരു തോട്ട് കാരണമാണ്. ഷുഗർ കോട്ട് ചെയ്ത് നിൽക്കുന്നവരോട് തിരിച്ചു അതേ രീതിയിൽ ഷുഗർ കോട്ട് ചെയ്ത് നിൽക്കുന്നു. ഗെയിം കളിക്കുന്നില്ല. താല്പര്യമുള്ളവരുടെ അടുത്ത് ഗെയിം കളിക്കാൻ മടിയാണ് രണ്ടെണ്ണങ്ങൾക്കും. എന്തായാലും ഈ ഒരു വഴക്കിന്റെ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.